ഇറാൻ US സംഘർഷം ഇന്നത്തെ പ്രധാന വിവരങ്ങൾ 20 ഏപ്രിൽ 2026. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിർണായകമായ നീക്കങ്ങളാണ് ഇന്ന് 2026 ഏപ്രിൽ 20 നടക്കുന്നത്. പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ വെച്ച് നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകളെ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം തുടരുന്നതിനിടയിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് തങ്ങൾ അനുകൂലമായി ചിന്തിക്കുന്നുണ്ടെന്ന് ഇറാൻ ഔദ്യോഗിക വക്താവ് ഇന്ന് വ്യക്തമാക്കി. എന്നാൽ ഇതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഏപ്രിൽ 22 രാത്രി 8 മണിയോടെ നിലവിലെ താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കാനിരിക്കെയാണ് ഈ നീക്കം. അമേരിക്കൻ നാവികസേന ഹോർമൂസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ഇന്നും ശക്തമായി തുടരുകയാണ്. ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 27 കപ്പലുകളെ US സൈന്യം തിരിച്ചയക്കുകയോ ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് മടക്കി അയക്കുകയോ ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കഴിഞ്ഞ ദിവസം ഉപരോധം മറികടക്കാൻ ശ്രമിച്ച ഇറാനിയൻ ചരക്ക് കപ്പൽ US പിടിച്ചെടുത്ത് സംഘർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രതിനിധി സംഘം ചർച്ചകൾക്കായി ഉടൻ പാകിസ്ഥാനിലെത്തും. ചർച്ചകളിൽ പുരോഗതി ഉണ്ടാവുകയാണെങ്കിൽ ഇറാനിയൻ നേതാക്കളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുന്നതിനായി ഓപ്പൺ ഫോർ ഓപ്പൺ എന്ന പുതിയ ഫോർമുല ചർച്ചകളിൽ ഉയർന്നു വരുന്നുണ്ട്. ഇതനുസരിച്ച് ഇരുപക്ഷവും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്യുകയാണെങ്കിൽ ആഗോള ഊർജ്ജ പ്രതിസന്ധി പരിഹാരമാകും എന്നാണ് കരുതപ്പെടുന്നത്. വാർത്തകളും വിശേഷങ്ങളും തത്സമയം അറിയുന്നതിന് ഇപ്പോൾ തന്നെ RGBC ന്യൂസ് ഫോളോ ചെയ്യുക. താങ്ക്